ഇതെന്താ പറയാ കട്ടിംഗ് ടൂൾ. ഓക്കെ, കട്ടിംഗ് ടൂളാണ് ഇത്. ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിലേക്ക് ടച്ചാണത്. ഇത് ചുമ്മാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാ ഒരു ലൈറ്റ് ഉണ്ടാക്കണം? എങ്ങനെ ഒന്ന് നമ്മൾ കൈയോട് ഹോൾഡ് ചെയ്ത് ചെയ്യണം. പിന്നെ നമുക്കൊരു കട്ടിംഗ് ടൂൾ വേണം. ആംഗിൾ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൂടാ? കട്ട് ചെയ്യാൻ പറ്റില്ലേ? അതൊരു ലൈറ്റ് ആണെന്ന് പറഞ്ഞൂടെ? അതൊരു മറക്കുമ്പോ സെറ്റ് ചെയ്തു ലൈറ്റ് ആണെന്ന് പറഞ്ഞൂടെ? ഇതിൽ റണ്ണിങ് കൊടുക്കുന്നത് ഇതിനാണ് കൊടുക്കുന്നത്. അതിന്റെ പേര് എന്നിട്ടാ മെക്കാനിക്കൽ പറയും. ഗിയർ സിസ്റ്റം ഉണ്ട്. ഇതെന്താ പറയാ? ഗിയർ ഹെഡ് സ്റ്റോക്ക്. ഇതൊക്കെ ഇതിങ്ങനെ കറങ്ങണം. ഇങ്ങനെ കറക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? കറണ്ട് വേണം. അല്ലെങ്കിൽ എഞ്ചിൻ മീൻ കറക്കാൻ പറ്റും. അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കറക്കാൻ പറ്റും. കാണുന്നുണ്ടല്ലോ? കുറച്ച് ആർപ്പിയും വേണം. റവല്യൂഷൻ പറഞ്ഞിട്ട് ഇത്തിരി അത്യാവശ്യം വേണം. ഇതിന് ആ മോട്ടറിന്റെ ഉണ്ട്. അതൊരു DC ആണ് ചെയ്യുന്നത്. പവർ റെഡ്യൂസ് ചെയ്യുന്നത് ഗിയർ ഉപയോഗിക്കുമ്പോൾ. കപ്പികളാണ് ഉപയോഗിച്ചിരുന്നത്. ഗിയർ കപ്പികൾ അല്ല. പിന്നെ ഈ ബെൽറ്റ് ഡ്രൈവ് ആണിത്. ഓക്കെ, പിന്നെ ഇതിന് നമ്മൾ എന്താ പറഞ്ഞ നേരത്തെ കട്ടിംഗ് ടൂൾ. ഇതിന് ഈ ഭാഗത്ത് എന്താ പറയാ? പിന്നെ അഡ്ജസ്റ്റർ പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷേ മെക്കാനിക്കൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ടൂൾ പോസ്റ്റ് ഈ ടൂൾ പോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ടൂൾ പോസ്റ്റ് സെറ്റ് ചെയ്യുന്നത് കണ്ടോ? ഓക്കെ, ഇവിടുത്തെ കിട്ടിയ. അപ്പൊ നമുക്ക് പ്രോസസ് തുടങ്ങാം. ഇനി ഞാൻ ആദ്യത്തെ പ്രാക്ടിക്കൽ കാണിച്ചിട്ട് നമുക്ക് തിയറിയിലേക്ക് പോകണം. എല്ലാവർക്കും തിയറിയിലേക്ക് പോകണം. നമുക്ക് സമയം ഉണ്ട്, ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് BLDC സെറ്റ് ചെയ്യാൻ നോക്കാം. ഫാൻ നമ്മൾ സെറ്റ് ചെയ്യണ്ട. നിങ്ങൾക്കുള്ളതാണ് BLDC സബ്ജക്ട്. ഓക്കെ, അതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അതിന്റെ അവസരം ഇതോണാണ്. ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് തിരിക്കണം. കാരണം ഇതിന്റെ ഉള്ളിലേക്കാണ് എനിക്ക് കളയുന്നത്. ചിപ്പിംഗ് പ്രോസസ്. ചിപ്പിംഗ് കൊത്തി കളയാ. ചിപ്പിംഗ് മറക്കരുതിട്ടാ. ചിപ്പിംഗ് എന്ന് വെച്ചാൽ കൊത്തി കളയാ. ഓക്കെ ഓക്കെ അല്ലേ? ഇത് ശരിക്കും ഒരു എയിമില്ലാത്ത രീതിയിലല്ല. കാരണം അതിന് നമുക്ക് ഒരു ടൂൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഉള്ള പേര് ലൈറ്റ് സെന്റർ. പക്ഷെ ഇപ്പൊ ചെയ്യില്ല. നമുക്ക് ഈ പ്രോസസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് തന്നെ ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു പോവാം. BLDC കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. ഹൈ സ്പീഡ് സ്റ്റീലാണ് നമ്മുടെ ടൂളിന്റെ മെറ്റീരിയൽ. ഇത് കൊത്തി കളയുന്നുണ്ടോ? അപ്പൊ പതുക്കിയാൻ കൊത്തുന്നു. അപ്പൊ ആർക്കും പ്രശ്നമില്ല. ഇതിനും ടൂളിനും കുഴപ്പമില്ല, ഈ വർക്ക് പീസിനും കുഴപ്പമില്ല. അവിടെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ പൊട്ടിഞ്ഞടങ്ങി അങ്ങനെയൊക്കെ വരില്ലേ?